സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഒരു മാധ്യമ സമ്മേളനമുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ആണ് അദ്ദേഹം മാധ്യമങ്ങളോട് വലിയ കലിപ്പൊന്നും കാണിക്കാത്ത രീതിയിൽ ഈ ഒരു സമ്മേളനം നടത്തുന്നത് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വളരെ കരുതലോടുകൂടി എന്നാൽ വളരെ സൗമ്യനായാണ് സംസാരിക്കുന്നത് കണ്ടത്. ഇപ്പോൾ മകൾക്കെതിരെ നടക്കുന്ന ED അന്വേഷണം അത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്, പ്രഹസനമാണ് എന്ന രീതിയിൽ ആണ് അദ്ദേഹം സംസാരിച്ചു പോയത്. വീണ എൻ്റെ മകളാണ് എന്നുള്ളതിന് നിങ്ങൾക്കാർക്കും സംശയമില്ലല്ലോ, എനിക്കും സംശയമില്ല. എന്നാൽ വീണ എൻ്റെ മകളായതിൻ്റെ പേരിൽ അവർ നടത്തിയ ഒരു സംരംഭത്തെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത് പിണറായി വിജയൻ എന്ന നേതാവിനോട് എല്ലാ കാലത്തും മാധ്യമങ്ങൾക്കും ചില മാധ്യമ മുതലാളിമാർക്കും എല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള അസ്വാരസ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു തരം കലിപ്പുണ്ടായിരുന്നു. അത് തീർക്കുന്നതിന് വേണ്ടി വ്യക്തിവൈരാഗ്യത്തോടു കൂടിയാണ് പലപ്പോഴും പല മാധ്യമങ്ങളും മാധ്യമധർമ്മം മറന്നുകൊണ്ട് പെരുമാറിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ വീണ വിജയനെതിരെയുള്ള ED എടുത്തിരിക്കുന്ന കേസിലും യാതൊരു തരത്തിലും ഒരു കാമ്പും കാഴ്വുമില്ലാത്ത കേസാണ്. അതിന് അദ്ദേഹം ഉദാഹരിച്ചത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. 1996 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ തേടി 1-2 ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 2-3 കോടി രൂപ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, എത്രയാണെന്ന് ഓർക്കുന്നില്ല, 2-3 കോടി രൂപ എനിക്ക് തന്നു. അത് എന്തിനാണ് എന്ന് തരുന്നത് എന്തിനാണെന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയാകും. അതൊക്കെ എങ്ങനെയാണ് വന്നവർ അറിഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അന്ന് ഒരു ഇടപാട് നടത്തുന്നതിന് വേണ്ടി ഒരു അഡ്വാൻസ് എന്ന രീതിയിലാണ് ഈ 2-3 കോടി രൂപ അവർ തന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഇത് തീർത്തും ഒരു പ്രഹസനമാണ്, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു കള്ളനാടകം തന്നെയാണ് ഇപ്പോൾ വീണയുടെ ഈ കേസുമായി ബന്ധപ്പെടുത്തി പറയുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒളിച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ പറയാതെ പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ എന്താണ് ആ കേസിൽ സംഭവിച്ചത് എന്നുള്ള, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വസ്തുതകൾ രേഖകൾ സഹിതം പുറത്തുവിട്ട മാധ്യമപ്രവർത്തകനാണ് നന്ദകുമാർ സാർ. പിണറായി വിജയൻ ഇന്ന് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ അതിനെ വളരെ ലാഘവത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മൺമറഞ്ഞ മുഖ്യമന്ത്രി അച്യുതാനന്ദനും അതുപോലെ E ബാലാനന്ദനുമായി വളരെ കാര്യക്ഷമമായി സംസാരിക്കുകയും അവരിൽ നിന്നെല്ലാം വളരെ പിന്തുണ ഇക്കാര്യത്തിൽ കിട്ടുകയും രേഖകൾ ഒക്കെ കിട്ടുകയും അത് പഠിക്കുകയും ചെയ്ത ആളെന്ന രീതിയിൽ എങ്ങനെയാണ് പിണറായി വിജയൻ പറഞ്ഞ ഈ 2-3 കോടി രൂപയുടെ കഥയെ നോക്കിക്കാണുന്നത്? നമുക്ക് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞ ആ ഭാഗം ഒന്ന് കൊടുക്കാം. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഭാഗം വളരെ രസകരമാണ്. അത് ഒന്ന് കേട്ടിട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് മറുപടി പറയാം. പണ്ട് എനിക്കെതിരെ ഒരു CBI അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവതരിക്കുകയാണ് CBIയുടെ മുന്നിലേക്ക്. അയാൾ പറഞ്ഞു 96 കേട്ടോ, 1996 തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മനുഷ്യൻ കണ്ണൂർ വന്നിരുന്നു. അയാൾ കോടികൾ 2-3 എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, 2 കോടിയോ 3 കോടിയോ എനിക്ക് തന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് തരുന്നത്? ഞാൻ വൈദ്യുതി മന്ത്രിയാകാൻ ഇടയുണ്ട് എന്നറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലേ ഗവൺമെൻറ് രൂപീകരിക്കുന്നുള്ളത് പറയും, പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും, മന്ത്രിയായിട്ട് പിണറായി വിജയനാണ് വരാൻ പോകുന്നത്. ആ ധാരണയിൽ ഈ പറയുന്ന കോടി 2-3 എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു എന്നാണ് ഇയാളുടെ പരാതി. സ്വാഭാവികമായിട്ടും CBI അന്വേഷിക്കുമല്ലോ. ഞാനും ഞങ്ങളൊക്കെ സ്വീകരിക്കുന്ന നിലപാട് ഇത്തരം കാര്യങ്ങളിൽ ഏത് അന്വേഷണമായാലും അതുമായി സഹകരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് സഹകരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, CBIക്ക് പൂർണ്ണ ബോധ്യമാവുകയും ചെയ്തു. കേട്ടല്ലോ, ഇതിൽ ആദ്യത്തെ ഭാഗം തന്നെ മറുപടി പറയേണ്ടതുണ്ട്. PV എന്നത് ഞാനല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 2020 കോടതി വിധിയിൽ കൃത്യമായി പറയുന്നത് PV എന്ന് പറയുന്ന പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകളായതുകൊണ്ടാണ് വീണ വിജയന്
ഇങ്ങനെ മാസപ്പടി കൊടുത്തുകൊണ്ടിരുന്നത്. 5 ലക്ഷം മാസത്തിലും നേരിട്ടും പേഴ്സണലായി 3 ലക്ഷം കമ്പനിക്ക്, അതായത് എക്സാലോജിക് എന്ന കമ്പനിയിലേക്കും മാസം തോറും കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് കർത്ത കൊടുത്ത മൊഴിയിൽ കൃത്യമായി പറയുന്നത്. അവിടെയുള്ള ഫിനാൻസ് മാനേജറാണ് മൊഴി കൊടുത്തത്. ആ കൊടുത്ത മൊഴിയിൽ, സുരേഷ് കൊടുത്ത മൊഴിയിൽ വളരെ ഡീറ്റെയിൽ ആയി പറയുന്നത് PV എന്ന് പറയുന്ന പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകളായ വീണ വിജയന് അത് കൊടുത്തത്. വീണ വിജയന് 2.78 കോടി രൂപ കൊടുത്തത് യാതൊരു സർവീസും കൊടുക്കാതെയാണ്. ഇപ്പം അന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ആ PV ഞാനല്ല. അപ്പം പിണറായി വിജയൻ്റെ മകളാണ് വീണ വിജയൻ എന്ന് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നു. പക്ഷെ അന്ന് പറഞ്ഞത് വീണ വിജയൻ്റെ മോളല്ല എന്നല്ലേ ഞാൻ അർത്ഥം അല്ലേ? കാരണം ആ ഓർഡർ പ്രകാരം പറയുന്ന PV പിണറായി വിജയനാണെന്ന് എൻ്റെ തന്നെ പറയുന്നുണ്ട്. ആ PV ഞാനല്ല എന്ന് പറയുന്ന അർത്ഥം ഈ വീണ വിജയൻ്റെ അച്ഛൻ പിണറായി PV എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വീണ വിജയൻ്റെ അച്ഛൻ ഈ PV അല്ല എന്ന് പറഞ്ഞാൽ വീണയുടെ പിതാവ് ആരാണ് എന്ന് പിണറായി വിജയനാണ് പറയുന്നത്, ഞാനല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരല്ല, ഈ ജനങ്ങളല്ല. അപ്പോൾ ഇപ്പം പറയുന്നു ആ വീണ വിജയൻ്റെ അച്ഛൻ ഞാനാണെന്ന്. ഏതെങ്കിലും ഒന്ന് പറയും പിണറായി വിജയ. കള്ളം പറയുമ്പോൾ ഒരു പ്രാവശ്യം പറയുന്ന കള്ളം പിന്നെ മാറ്റി പറയുമ്പോൾ തിരിച്ച് ശരിയായി വരുന്നു എന്ന് പറയുന്ന കാര്യം പോലെയാണ് ഇപ്പം. അന്ന് പറഞ്ഞപ്പോൾ കള്ളമായി, ഇന്ന് പറഞ്ഞപ്പോൾ സത്യമായി. ഇപ്പം എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ്റെ മോളാണെന്നാണ്. ഇനി പിണറായി വിജയൻ അങ്ങനെയല്ല എന്ന് അന്ന് ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളെ കുറ്റമല്ല, ക്ഷമിക്കണം അന്ന് മാത്രമാണ് ആദ്യം പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കും. ഇപ്പം അദ്ദേഹം പറയുന്നു 2 കോടി രൂപ അദ്ദേഹത്തിന് കണ്ണൂരിൽ ഗസ്റ്റ് ഹൗസിൽ 1996 മെയ് മാസത്തിൽ കൊണ്ടുകൊടുത്ത കാര്യമാണ് പറയുന്നത്. ഇത് ഞാൻ ലാവ്ലിൻ കേസിലെ കാര്യമാണ്. ലാവ്ലിൻ കേസിൽ 2 കോടി രൂപയാണ് പിണറായി വിജയ അന്ന് താങ്കൾക്ക് തന്നത് എന്ന് കൃത്യമായി ദീപക് കുമാർ കൊടുത്ത മൊഴിയിൽ തെളിവുകൾ സഹിതം കൊടുത്തിട്ടുണ്ട്. ആരുടെ കൂടെയാണ് വന്നത്? ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന SNC ലാവ്ലിൻ കേസിലെ ഇടനിലക്കാരനായ ആൾ വഴിയാണ് പിണറായി വിജയന് പൈസ അവിടെ എത്തിച്ചത്. അതിന് എറണാകുളത്ത് വന്ന് ബീന അബ്രഹാം എന്ന് പറയുന്ന ദിലീപ് രാഹുലിൻ്റെ കാമുകിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും, ദിലീപ് രാഹുലിൻ്റെ അമ്മയുടെ തേവരയിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും, പിന്നെ കൂടാതെ 3-4 ബാങ്കുകളിൽ നിന്ന് ദിലീപ് രാഹുലിൻ്റേതായിട്ടും അല്ലാതെയുമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും അവിടെ നിന്ന് വിദേശത്ത് അയച്ച ഫണ്ട് വിഡ്രോ ചെയ്ത് ഇവിടെ നിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് അവിടെ കാണിക്കയിലിട്ട് കോഴിക്കോട് വന്ന് ഇതില്ലേ എന്താണ് താജ് റെസിഡൻസി താമസിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ദേവഗൗഡയെ കണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കണ്ണൂരിൽ കണ്ണൂരിൽ 1996 മെയ് മാസത്തിൽ മുമ്പാട്ടം ഒരു ഡേറ്റിൽ 2 കോടി രൂപ കൊടുത്തു എന്നാണ് പിന്നെയും പറയുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട് അതിനകത്ത്. അതിനുശേഷം 1996 അദ്ദേഹം വിദ്യുത് ശക്തി മന്ത്രി ആവുകയാണ്. കാരണം അദ്ദേഹത്തിന് അന്ന് ഭയങ്കര സ്വാധീനമാണെന്നും VS അച്യുതാനന്ദൻ്റെ വലങ്കൈയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പറയുന്ന വകുപ്പ് കിട്ടുമെന്നും VS അച്യുതാനന്ദനെ നിശ്ചയിക്കുന്നതായിരിക്കുമെന്നും അതുകൊണ്ട് അദ്ദേഹം വിദ്യുത് ശക്തി മന്ത്രി ആകുമെന്നും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, നേരെ എവിടേക്ക് യാത്ര ചെയ്യുന്നു? അദ്ദേഹം 1996 ഒക്ടോബർ മാസത്തിൽ ഈ ദിലീപ് രാഹുലിൻ്റെ കൂടെ കാനഡ സന്ദർശിക്കുന്നു. കാനഡ സന്ദർശിച്ചിട്ട് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കാർത്തികേയൻ വിദ്യുത് ശക്തി മന്ത്രിയായിരുന്നപ്പോൾ 24 കോടി രൂപയ്ക്ക് ഒരു MOU ഒപ്പിട്ടിരുന്നു. അത് അവർ കൺസൾട്ടൻസി കരാറായിരുന്നു. അത് കാരണം ഈ ലാവ്ലിൻ എന്ന് പറയുന്ന കമ്പനി ഒരു ഇടനിലക്കാർ മാത്രമാണ്, ഫാക്ടറിയോ അല്ലെങ്കിൽ അവർക്ക് സപ്ലൈയോ ഒന്നുമില്ല. ഇടനിലക്കാർ, അവരുടെ പരിപാടി ലോൺ ശരിയാക്കുക, ഈ അറ്റകുറ്റപ്പണി എന്തൊക്കെയാണോ വേണ്ട നിർദ്ദേശം തരിക എന്നുള്ളതാണ് അവരുടെ വിദ്യുത് ശക്തിയുമായി ബന്ധപ്പെട്ട അവരുടെ സർവീസ്. എന്നാൽ അവിടെ പോയിട്ട് തീരുമാനിക്കുന്നതാണ് സപ്ലൈ കരാറാക്കാൻ തീരുമാനിക്കുന്നു. സപ്ലൈ കരാർ എന്ന് പറയുന്ന ഒരു കാര്യത്തെ തീരുമാനിക്കുകയും ഇങ്ങനെ മടങ്ങിപ്പോരുന്നു. മടങ്ങിപ്പോന്ന ശേഷം 1997 ജനുവരി മാസം 10-ാം തീയതി തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ബാലാനന്ദൻ, പിണറായി വിജയൻ ഇപ്പോൾ ഓർമ്മയുണ്ടോ അറിയില്ല, അദ്ദേഹം MP ആയിരുന്നു, CIDയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, വിദ്യുത് ശക്തി CPM യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വിദ്യുത് ശക്തി ക്ഷാമം പരിഹരിക്കാൻ ഒരു കമ്മീഷൻ രൂപീകരിച്ചു ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ്. അങ്ങനെ പിണറായി വിദ്യുത് ശക്തി മന്ത്രിയായിരിക്കുമ്പോൾ നിശ്ചയിച്ചാണ്. അതിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ് 100 കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന സ്ഥാപനം, ഇന്ത്യയിലെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം, ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ നവീകരണവും പുനരുദ്ധാരണവും മാത്രമല്ല എക്യുപ്മെൻറ്റ്സ് അടക്കം സപ്ലൈ ചെയ്യാനും അതോടൊപ്പം കൺസൾട്ടൻസി കൊടുക്കാനും കുറഞ്ഞ പലിശയ്ക്ക്
പലിശ ക്ലിയർ ചെയ്ത് കൊടുക്കാനോ ഒക്കെ തയ്യാറാണെന്ന് പറയുന്ന ഒരു കാര്യമാണ്. ബെല്ല് കൊടുക്കുകയാണെങ്കിൽ 2% പലിശയ്ക്ക് ഫണ്ടും കിട്ടും, ലോണും കിട്ടും. ഇത് കൊടുത്ത് 10 ദിവസം കഴിഞ്ഞിട്ട് ലാവ്ലിൻ കമ്പനിയുമായിട്ട് കരാർ ഒപ്പിടുകയാണ്. ഈ ലാവ്ലിൻ കമ്പനിയുമായി കരാർ ഒപ്പിട്ടത് 278 കോടി രൂപയ്ക്കാണ്. അതായത് 178 കോടി രൂപ അധികം പ്ലസ് 98.3 കോടി രൂപ നമ്മുടെ കണ്ണൂരിലെ മലബാർ ക്യാൻസർ സെൻ്റർ എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഡൊണേഷനായി കൊടുക്കാമെന്നും ഒരു MOU സൈൻ ചെയ്യുന്നു. ഇതാണ് നടന്നത്. അപ്പം ഈ കാര്യം അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യം എന്താ പറയുന്നത് അറിയോ? CBIക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. CBIക്ക് എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടു. ആ നിരപരാധിത്വം ബോധ്യപ്പെട്ട CBI ആണ് അതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് 2009. 2005 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ അതിൽ ഹർജി കൊടുക്കുന്നത്. അന്ന് പിണറായി വിജയൻ്റെ പാർട്ടി UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവിടെ ഭരണത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്ന കാലഘട്ടമാണ്. ഭയങ്കര സ്വാധീനമുള്ള സമയത്താണ് ഈ കേസ് കൊടുത്തത്. അന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ചെയ്തു, ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് കൊണ്ടുവന്നു. CBI നല്ല ഓഫീസർമാരായിരുന്നു, DYSP അശോക് കുമാറും അതേപോലെ ഉള്ള ഓഫീസർമാർ. അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ശക്തമായി നടന്നു. രേഖകൾ കംപ്ലീറ്റ് പിടിച്ചെടുത്തു. ആവശ്യമുള്ള രേഖകൾ പിന്നീട് VS അച്യുതാനന്ദൻ തന്നെ വഴികൾ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ കഥയൊക്കെ പിന്നീട് ഞാൻ പറയാം. VS അച്യുതാനന്ദൻ തന്നെയാണ് എന്നെ കൊണ്ടത് ഹർജി ഫയൽ ചെയ്യിപ്പിച്ചതും. അങ്ങനെ ആ കേസ് 2009 കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിലെ മുഖ്യപ്രതി ആരായിരുന്നു? പിണറായി വിജയ. ഈ പറയുന്ന താങ്കൾ പറയുന്നു സത്യം ബോധ്യപ്പെട്ടു ആർക്ക്? CBIക്ക്. അപ്പോൾ എന്താ സത്യം ബോധ്യപ്പെട്ടത്? ഈ 2 കോടി റുപ്യനെ സംബന്ധിച്ച് സത്യം ബോധ്യപ്പെട്ടു. ആ CBI ആണ് പിണറായി വിജയനെ മുഖ്യപ്രതിയാക്കിക്കൊണ്ട് ലാവ്ലിൻ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അപ്പം ലാവ്ലിൻ കേസിൽ CBIയെ കുറിച്ച് ഇത്രയും സത്യസന്ധമായി കരുതുന്ന പിണറായി വിജയൻ ആ കുറ്റപത്രത്തിൽ പിണറായി വിജയൻ പ്രതിയായതും ആണെന്നല്ലോ വിശ്വസിക്കുന്നത്. അപ്പം പിണറായി വിജയൻ കുറ്റം ചെയ്തു എന്ന് കൃത്യമായി പറയുകയാണ്. അദ്ദേഹം ഈ ലാവ്ലിൻ കേസിൽ നടത്തിയ മാതിരി കൊള്ള ഇന്നേ വരെ വേറെ ഒരു പാർട്ടി, ഒരു നേതാവും ഇന്നേ വരെ കേരളത്തിലോ ഇന്ത്യയിലോ നടത്തിയിട്ടില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ദുരിതപൂർണമായ വിദ്യുച്ഛാമം പരിഹരിക്കാൻ വേണ്ടി 100 കോടി രൂപയ്ക്ക് കഴിയുമ്പോൾ, അതും ഇന്ത്യയിലൊരു നവരത്ന സ്ഥാപനം മുന്നോട്ട് വരുമ്പോൾ പിണറായി വിജയൻ എന്താ ചെയ്യുന്നത്? വിദേശത്തുള്ളൊരു കമ്പനിയുമായിട്ട് അവിടെ പോയി, അതും ഇൻ്റർനാഷണൽ ക്രിമിനലായ ഈ ദിലീപ് രാഹുലിൻ്റെ കൂടെ പോവുകയാണ്. ഇനി വേറൊരു രസം, 98.3 കോടി രൂപയിൽ എത്ര കോടി കിട്ടി മലബാർ ക്യാൻസർ സെൻ്ററിന്? നേരിട്ട് 5 പൈസ കിട്ടിയില്ല. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA പ്രകാരം കണ്ണൂരിൽ, തലശ്ശേരിയിൽ, SBIയിൽ 500 രൂപ കൊടുത്ത് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് എന്തിനാ പറയുക? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി ആ ഫണ്ട് അതിലേക്ക് വേണം ഫണ്ട് വരാൻ. ഇന്നേ വരെ 1 രൂപ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. പകരം ടെക്നിക്കാലിയ എന്ന് പറയുന്ന മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ പിണറായി വിജയൻ്റെ ബിനാമി സ്ഥാപനത്തിന് 11.25 കോടി രൂപ വന്നു. അത് നിയമവിരുദ്ധമാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ വയലേഷനാണ്. ഇപ്പം നമുക്കറിയാലോ, ഇവിടുത്തെ ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് സ്വപ്നയും അത് ശിവശങ്കറൊക്കെ ജയിൽ കിടന്ന് അതിന് വേണ്ടിയിട്ടാണല്ലോ. അതിൽ ചെയർമാൻ പിണറായി വിജയനാണല്ലോ. അതിൽ ഇങ്ങനെ വകമാറി വന്നതുകൊണ്ടാണ് അവരകത്താവാൻ കാരണം. അപ്പോൾ ഇതേപോലെ വകമാറി വന്നു. ഇനി ബാക്കി പൈസ എവിടെ? അവിടെയാണ് മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ പൈസ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയിലേക്ക് സിംഗപ്പൂരിലേക്ക് വന്നത്. സിംഗപ്പൂരിൽ 75 കോടി രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് വരുന്നു. അത് ആരുടെ പേരിലുള്ള? പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലാണ്. ഇവിടെ നിന്ന് റായ്ക്ക് രാമാനം നിരന്തരമായിട്ട് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം എന്തിനാണ് അവിടേക്ക് പോയിരുന്നത് എന്ന് മറുപടി പറയാമോ? ഈ ബാക്കി പൈസ എവിടെ പോയി? മലബാർ ക്യാൻസറിൻ്റെ പൈസ ലാവ്ലിൻ കമ്പനി പറഞ്ഞ എന്താ? എല്ലാ പൈസയും കൊടുത്തു എന്നാണ്. എങ്ങോട്ട് കൊടുത്തു പിണറായി വിജയ? താങ്കളല്ലേ ഉത്തരം പറയേണ്ട സംസ്ഥാന വിദ്യുച്ഛക്തി മന്ത്രിയായിരിക്കുന്ന ആളല്ലേ. ഇപ്പം മലർന്ന് കടന്ന് തുപ്പിയാൽ സ്വന്തം വായിക്കകത്തേ വരുള്ളൂ. അല്ലാതെ കള്ളം മാത്രം പറയുന്ന പിണറായി വിജയന് സത്യം കൃത്യമായി ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മറയ്ക്കുന്നു, മറുഭാഗം സത്യമായി മാറുന്നു. ഇവിടെ സത്യം മൂപ്പര് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? CBI എൻക്വയറി സത്യമായിരുന്നു, CBI ഞാൻ പറഞ്ഞത് കേട്ടു, അതുകൊണ്ടാണ് കുറ്റവാളിയാക്കിയത്.
ഇനി എന്തെങ്കിലും വേണോ പിണറായി വിജയൻ? ഇങ്ങനെ പത്രക്കാരോട് കള്ളം പറയല്ലേ. ഒന്നാമത് ഈ പത്രക്കാർക്ക് ലാവ്ലിൻ കമ്പനിയുടെ ആയിട്ടുള്ള ഇടപാടും അതേപോലെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ വിശദമായ വിവരങ്ങളും അറിയില്ല. പക്ഷെ പിണറായി വിജയൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ആണാണെങ്കിൽ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ പിണറായി വിജയൻ അതല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ റിയാസിനെ പോലെ കുറേ ഗുണ്ടകളെ അയച്ച് അവിടേക്ക് ഓഫീസ് കത്തിച്ച് എന്നിട്ട് രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി അത് വെച്ചിട്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.